നമ്മുടെ സാഹിത്യ അക്കാദമി ചെയർമാൻ്റെ ചില പ്രസ്താവനകൾ അത് ഒരു തുടർ ഭരണം പോലും പാടില്ല എന്നൊക്കെയുള്ള വളരെ ഗുരുതരമായ ഒരു പരാമർശങ്ങളും പ്രതികരണങ്ങളും ഒക്കെ വന്നു. അപ്പോൾ എൻ്റെ ചില മാധ്യമ സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിച്ചു, അദ്ദേഹം ഇത്തരം ഗവൺമെൻറ്റിൻ്റെ എതിരായിട്ടുള്ള പ്രസ്താവനകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം ഈ സാഹിത്യ അക്കാദമി ചെയർമാൻ്റെ സ്ഥാനത്ത് തുടരുന്നു. പക്ഷേ താങ്കൾ മുമ്പ് ഈ ആശാ സമരവുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ താങ്കളെ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന്, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. സിനിമ കോൺക്ലേവ് അടുത്ത കാലത്ത് വളരെ വിജയകരമായി നടന്ന കോൺക്ലേവിൻ്റെ ചുമതല, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇക്കഴിഞ്ഞ ഈ സംസ്ഥാന അവാർഡ് നിർണയത്തിൻ്റെ തലേ ദിവസം, അതെ കൃത്യമായിട്ട് തലേ ദിവസം അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഞാൻ പുറത്താവുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് യാതൊരു ഇതും കിട്ടിയിട്ടില്ല. ഈ നിമിഷം വരെ ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പും ആ കാര്യത്തിൽ ലഭിച്ചിട്ടുമില്ല. ഒരു സാംസ്കാരിക സംഗമം, അന്താരാഷ്ട്ര സംഗമം കൊച്ചിയിൽ നടക്കാൻ പോകുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു ആലോചനാ യോഗം നടക്കുമ്പോൾ ഞാൻ ഉന്നയിച്ച ഒരു കാര്യമാണത്. അപ്പോൾ ഇത്രയും ഒരു വലിയൊരു സാംസ്കാരിക സംഗമം, മാനവികതയും മനുഷ്യസ്നേഹവും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ, അതിനു മുമ്പ് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഇങ്ങനെ കുറേ ആശാ വർക്കർമാർ സമരം ചെയ്യുന്നു. അവർ ആ സമരം, അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അത് എന്തു തന്നെയായിരുന്നാലും ശരി, അതൊന്നും പൊതുസമൂഹത്തെ പൂർണ്ണമായും ബോധ്യപ്പെടുത്താനും പറ്റിയിട്ടില്ല. അപ്പോൾ ആ അവസ്ഥയിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ല എങ്കിൽ അത് ഗവൺമെൻറ്റിന് ദോഷം ചെയ്യുന്ന വളരെ സദുദ്ദേശപരമായ ഒരു അഭിപ്രായം, അത് വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു അഭിപ്രായമാണ്. അത് ഞാൻ പ്രകടിപ്പിച്ചതിൻ്റെ പേരിലാണ് ഈ ഒരു എന്ത് അടിയന്തര സാഹചര്യമാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്രയും പ്രവർത്തനങ്ങൾക്ക് ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്ഥാനത്ത് നിന്ന് തന്നെ പുറത്താക്കി എന്നുള്ളത് മറ്റൊരു കാരണവും കാണുന്നില്ല. അപ്പോൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ ഈ പുറത്താക്കി അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റി, അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ വിവേചന അധികാരമാണ്. അതിനകത്തൊന്നും എനിക്ക് അഭിപ്രായം പറയാനില്ല. പക്ഷേ നമ്മളൊരു സ്ഥാനത്ത് കുറച്ച് കാലമായിട്ട് പ്രവർത്തിക്കുന്നു, അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്ന് പോകുമ്പോൾ ഈ കൂടെ പ്രവർത്തിച്ച കുറേ സഹപ്രവർത്തകരുണ്ട്, വളരെ ആത്മാർത്ഥതയോടുകൂടി എന്നോടൊപ്പം നിന്ന് അവരോടൊരു നന്ദി പറയാനുള്ള അവസരം പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ വിഷമം. ഒരു മാന്യമായ യാത്രയയപ്പ് തരിക എന്നുള്ളതൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല, പക്ഷേ അതൊരു സാമാന്യ മര്യാദയല്ലേ? അപ്പോൾ ആ ഒരു മര്യാദ എൻ്റെ കാര്യത്തിൽ കണ്ടില്ല. അവിടെ നിന്ന് പിന്നെ എന്താണ് പറഞ്ഞു വിടുമ്പോൾ അതിനൊരു മാന്യത ഉണ്ടാകണം എന്ന് ഉള്ള അതൊരു സാധാരണ മനുഷ്യൻ്റെ ഒരു വികാരം അല്ലെങ്കിൽ ഒരു പ്രതികരണം, അത്രയേ ഉള്ളൂ. നമസ്കാരം. ഒരു ഭരണാധികാരി എന്ന രീതിയിൽ, ഒരു വ്യക്തി എന്ന രീതിയിൽ യാതൊരു തരത്തിലുള്ള മര്യാദകളോ യാതൊരു തരത്തിലുള്ള പെരുമാറ്റ രീതികളോ ശീലിക്കാത്ത, വശമില്ലാത്ത, തൻ പ്രമാണിത്വത്തോടു കൂടി മാത്രം പെരുമാറുന്ന ഒരാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ഭരിക്കുന്ന ബഹുമാന്യനായ പിണറായി വിജയൻ എന്നാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കപ്പെട്ട പ്രേംകുമാർ പറയുന്നത്. നടൻ പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അവാർഡ് പ്രഖ്യാപനത്തിന് തൊട്ട് തലേ ദിവസമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യമായി പ്രേംകുമാർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് തന്നെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിയത് എന്നൊരു കാരണം പോലും ഇപ്പോഴും തനിക്ക് ഒരു നോട്ടീസായി പോലും ലഭിച്ചിട്ടില്ല. വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് താൻ ആ മേഖലയിൽ പ്രവർത്തിച്ചത്. ചലച്ചിത്ര അക്കാദമി ചെയർമാനാകുന്നതിന് മുമ്പ് വൈസ് ചെയർമാനായി പ്രവർത്തിച്ചു. അപ്പോൾ കിട്ടിയ തുച്ഛമായ 10,000 രൂപയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെയാണ് താൻ പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയത്. ആ കാലയളവിൽ താൻ ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല എന്ന് പ്രേംകുമാർ എടുത്തു പറഞ്ഞു. പിന്നീട് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് വരുമ്പോഴും താൻ അങ്ങനെ തന്നെയാണ് പെരുമാറിയത്. ആ മേഖലയിൽ ചെയ്യാവുന്ന ചില സംഭാവനകൾ തനിക്ക് ചെയ്യാനായി. എന്നാൽ തന്നെ ഒരു സുപ്രഭാതത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുകയായിരുന്നു. നീക്കം ചെയ്തതിൽ പരാതിയില്ല, അത് സർക്കാരിൻ്റെ നയപരിപാടികളിൽ പെടുന്ന കാര്യമാണ്, അതിനെ ചോദ്യം ചെയ്യാനുമില്ല. എന്നാൽ എന്ത് കാരണം കൊണ്ടാണ് ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം, അതായത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം യാതൊരു അറിയിപ്പുമില്ലാതെ തന്നെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുകയായിരുന്നു എന്നാണ് പ്രേംകുമാർ പറഞ്ഞത്. അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഭരണകൂടം തന്നെയാണ്, ഭരണകൂടത്തെ നയിക്കുന്ന ഭരണകൂടത്തിൻ്റെ തലവനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നാണ് പ്രേംകുമാർ മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറയാതെ പറഞ്ഞു വച്ചത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന രീതിയിൽ തന്റെ സ്തുത്യർഹമായ പ്രവർത്തനമായിരുന്നു എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ, ചലച്ചിത്ര വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും പ്രേംകുമാർ അനുസ്മരിച്ചു.
എന്നാൽ എന്തുകൊണ്ടാണ് തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നുള്ളത് ചില മാധ്യമപ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാണിച്ചപ്പോൾ തനിക്ക് മനസ്സിലായി എന്നാണ് പ്രേംകുമാർ തുറന്നടിച്ചത്. തിരുവനന്തപുരത്ത് ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തെക്കുറിച്ച് ഒരിക്കൽ താൻ സംസാരിക്കുകയുണ്ടായി. അതായത് ചലച്ചിത്ര കോർപ്പറേഷന്റെ ചലച്ചിത്ര അക്കാദമിയുടെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കാനിരിക്കുമ്പോൾ, സാംസ്കാരിക പരിപാടികൾ നടക്കാനിരിക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇങ്ങനെ കുറേ നാളുകളായി, ഏതാണ്ട് ഒരു വർഷത്തിനടുത്തായി സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ സമരത്തിന് ഒരു പരിസമാപ്തി ഉണ്ടാക്കണം, അതിനൊരു സംതൃപ്തികരമായ തീരുമാനം ഉണ്ടാക്കണം എന്ന് താൻ ഒരിക്കൽ പ്രസ്താവിക്കുകയുണ്ടായി. അതിൽ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, കുറെ മനുഷ്യരുടെ ആ സമരത്തെക്കുറിച്ചാണ് താൻ ആലോചിച്ചത് എന്നാണ് പ്രേംകുമാർ പറഞ്ഞത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ന്റെ അപ്പോസ്തലന്മാർക്കും ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത് എന്നാണ് പ്രേംകുമാർ പറഞ്ഞത്. എന്നാൽ അങ്ങനെയെങ്കിൽ ഇപ്പോൾ തുടർഭരണം വേണ്ട, ഇനി തുടർഭരണം കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ CPM നശിക്കും, ബംഗാളിലെ CPM-ന്റെ അവസ്ഥയാകും എന്നൊക്കെ പറഞ്ഞ് തുറന്നടിച്ച സംസ്ഥാന സാഹിത്യ അക്കാദമി ചെയർമാനായ സച്ചിദാനന്ദൻ മാസ്റ്റർ ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് പ്രേംകുമാർ തുറന്നടിച്ചത്. സച്ചിദാനന്ദൻ മാസ്റ്റർ ആ സ്ഥാനത്ത് തുടരുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്തുകൊണ്ട് അദ്ദേഹത്തിന് നീക്കം ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാൽ സർക്കാരിന് കീഴിലുള്ള 2 അക്കാദമികളാണ്, ഒന്ന് സാഹിത്യ അക്കാദമിയും മറ്റൊന്ന് ചലച്ചിത്ര അക്കാദമിയും. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയത്? ആശാ വർക്കർമാരുടെ സമരത്തിൽ താൻ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ തന്നെ മാറ്റിയതെങ്കിൽ ഇനി പിണറായി വിജയന്റെ ഭരണം തന്നെ വേണ്ട എന്ന് പറഞ്ഞ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭരണം തന്നെ, തുടർഭരണം തന്നെ കേരളത്തിൽ വേണ്ട എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, പൊതുമാധ്യമങ്ങളിലൂടെ തുറന്നടിച്ചു പറഞ്ഞ് സാഹിത്യ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് ഇപ്പോഴും സച്ചിദാനന്ദൻ മാസ്റ്റർ ഇരിക്കുമ്പോൾ അത് ഇരട്ട നീതിയാണ്, ഇരട്ടത്താപ്പാണ്, പിണറായി വിജയന്റെ മര്യാദകേടാണ്, തന്നോട് മാന്യമായി പെരുമാറിയില്ല എന്നൊക്കെ തന്നെയാണ് പ്രേംകുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പിണറായി വിജയൻ സർക്കാരിനും സാംസ്കാരിക വകുപ്പിനുമെല്ലാം എതിരെ തുറന്നടിച്ച് സംസാരിച്ചത്. പ്രേംകുമാർ തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള അറിയിപ്പും ഇല്ലാതെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ടു തലേദിവസം നീക്കം ചെയ്തതിനെ കുറിച്ച് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ സാഹിത്യ അക്കാദമി ചെയർമാൻ്റെ ചില പ്രസ്താവനകൾ, അത് ഒരു തുടർ ഭരണം പോലും പാടില്ല എന്നൊക്കെയുള്ള വളരെ ഗുരുതരമായ ഒരു പരാമർശങ്ങളും പ്രതികരണങ്ങളും ഒക്കെ വന്നു. അപ്പോൾ എൻ്റെ ചില മാധ്യമ സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിച്ചു, അദ്ദേഹം ഇത്തരം ഗവൺമെൻറ്റിൻ്റെ എതിരായിട്ടുള്ള പ്രസ്താവനകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം ഈ സാഹിത്യ അക്കാദമി ചെയർമാൻ്റെ സ്ഥാനത്ത് തുടരുന്നു. പക്ഷേ താങ്കൾ മുമ്പ് ഈ ആശാ സമരവുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ താങ്കളെ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന്, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. അപ്പോൾ ഇതൊരു നീതികേടല്ലേ എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് പല മാധ്യമ സുഹൃത്തുക്കളും എന്നോട് ചോദിച്ചപ്പോൾ ഞാനിതൊരു മറക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ ഒരു അടഞ്ഞ അധ്യായമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചിലരിങ്ങനെ എൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയപ്പോൾ അതിനെക്കുറിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തു. അതിൽ ഞാൻ പറഞ്ഞത്, അക്കാദമിയുടെ ഈ ചുമതല, ചലച്ചിത്ര അക്കാദമിയുടെ ചുമതലയിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് വളരെ തിരക്ക് പിടിച്ച കുറേ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഒന്ന് 30ാമത് IFFKയുടെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇക്കഴിഞ്ഞ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൻ്റെ നിർണയം, മറ്റൊരിടത്ത് ജൂറി അതിൻ്റെ നിർണയം നടത്തുന്നു. ഒപ്പം ചരിത്രത്തിലാദ്യമായി ഒരു സിനിമാ നയം, മലയാള സിനിമയുടെ മേഖലയിലൊരു സിനിമാ നയം, അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് ഒരു സിനിമാ നയം രൂപീകരിക്കുകയാണ്. ആ സിനിമാ നയ രൂപീകരണ സമിതിയിൽ ഞാനും ഒരു അംഗമായിട്ട് ഗവൺമെൻറ് നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിരവധിയായിട്ടുള്ള ചർച്ചകൾ, അത് തിരുവനന്തപുരത്തും എറണാകുളത്തുമൊക്കെ ടെലിവിഷൻ മേഖലയിലെയും സിനിമാ മേഖലയിലെയും പ്രധാനപ്പെട്ട വ്യക്തികൾ, സംഘടനകൾ, ഇവരുമൊക്കെ ആയിട്ടുള്ള നിരവധിയായിട്ടുള്ള ചർച്ചകൾ, അത് തുടക്കം മുതൽ എല്ലാ ചർച്ചകളിലും പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ തിരക്ക്, സിനിമ കോൺക്ലേവ്, അടുത്ത കാലത്ത് വളരെ വിജയകരമായി നടന്ന കോൺക്ലേവിൻ്റെ ചുമതല, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇക്കഴിഞ്ഞ ഈ സംസ്ഥാന അവാർഡ് നിർണയത്തിൻ്റെ തലേ ദിവസം, അതെ കൃത്യമായിട്ട് തലേ ദിവസം അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഞാൻ പുറത്താവുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് യാതൊരു ഇതും കിട്ടിയിട്ടില്ല. ഈ നിമിഷം വരെ ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പും ആ കാര്യത്തിൽ ലഭിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ മാധ്യമങ്ങളിലൂടെയാണ് ഈ വാർത്ത അറിയുന്നത്. മാധ്യമങ്ങൾ പറഞ്ഞത്, ഈ ആശാസമരവുമായി ബന്ധപ്പെട്ട് മുമ്പ് ഈ സമരം പരിഹരിക്കുന്നത്
ആവശ്യമാണ്, ഇല്ലെങ്കിൽ അത് ഗവൺമെൻറ്റിന് ഒരു ദോഷകരമായ ഒന്നാണ്. അത് തീർച്ചയായിട്ടും ഒരു സാംസ്കാരിക സംഗമം, അന്താരാഷ്ട്ര സംഗമം കൊച്ചിയിൽ നടക്കാൻ പോകുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു ആലോചനാ യോഗം നടക്കുമ്പോൾ ഞാൻ ഉന്നയിച്ച ഒരു കാര്യമാണത്. അപ്പോൾ ഇത്രയും ഒരു വലിയൊരു സാംസ്കാരിക സംഗമം, മാനവികതയും മനുഷ്യസ്നേഹവും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ, അതിനു മുമ്പ് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഇങ്ങനെ കുറേ ആശാ വർക്കർമാർ സമരം ചെയ്യുന്നു. അവർ ആ സമരം അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അത് എന്തു തന്നെയായിരുന്നാലും ശരി, അതൊന്നും പൊതുസമൂഹത്തെ പൂർണ്ണമായും ബോധ്യപ്പെടുത്താനും പറ്റിയിട്ടില്ല. അപ്പോൾ ആ അവസ്ഥയിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ല എങ്കിൽ അത് ഗവൺമെൻറ്റിന് ദോഷം ചെയ്യുന്ന വളരെ സദുദ്ദേശപരമായ ഒരു അഭിപ്രായം, അത് വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു അഭിപ്രായമാണ്. അത് ഞാൻ പ്രകടിപ്പിച്ചതിൻ്റെ പേരിലാണ് ഈ ഒരു എന്ത് അടിയന്തര സാഹചര്യമാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്രയും പ്രവർത്തനങ്ങൾക്ക് ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്ഥാനത്ത് നിന്ന് തന്നെ പുറത്താക്കി എന്നുള്ളത് മറ്റൊരു കാരണവും കാണുന്നില്ല. അപ്പോൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് അങ്ങനെയാണ്, അതിൻ്റെ അറിയിപ്പ് പോലും തന്നില്ല. അപ്പോൾ ഈ പുറത്താക്കി അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റി, അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ വിവേചന അധികാരമാണ്, അതിനകത്തൊന്നും എനിക്ക് അഭിപ്രായം പറയാനില്ല. പക്ഷേ നമ്മളൊരു സ്ഥാനത്ത് കുറച്ച് കാലമായിട്ട് പ്രവർത്തിക്കുന്നു, അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്ന് പോകുമ്പോൾ ഈ കൂടെ പ്രവർത്തിച്ച കുറേ സഹപ്രവർത്തകരുണ്ട്, വളരെ ആത്മാർത്ഥതയോടുകൂടി എന്നോടൊപ്പം നിന്ന് അവരോടൊരു നന്ദി പറയാനുള്ള അവസരം പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ വിഷമം. ഒരു മാന്യമായ യാത്രയയപ്പ് തരിക എന്നുള്ളതൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ സ്ഥിരമായി ജോലിക്ക് വരുന്ന ഒരാളുണ്ട് എന്ന് വയ്ക്കുക, നാളെ മുതൽ അദ്ദേഹം വരണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചാൽ ഇന്ന് അയാളോട് പറയും, ചേട്ടാ നാളെ മുതൽ വരണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും കൂലി ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ വാങ്ങിച്ചോളണം, എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ വച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം. അതൊരു സാമാന്യ മര്യാദയല്ലേ? അപ്പോൾ ആ ഒരു മര്യാദ എൻ്റെ കാര്യത്തിൽ കണ്ടില്ല. ഇപ്പോഴും പിന്നീട് നടന്ന സാംസ്കാരിക സംഗമത്തെക്കുറിച്ച് പോലും ഒരു അറിയിപ്പോ ക്ഷണമോ എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ അത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ അവിടെ നിന്ന് പുറത്താക്കുന്ന മറ്റൊരു സാഹചര്യമില്ല. അപ്പോൾ ഇങ്ങനെ സച്ചിദാനന്ദൻ മാഷ് എനിക്ക് വളരെ ആദരണീയനായിട്ടുള്ള ഒരു മഹാപ്രതിഭയാണ് മാഷ്. അദ്ദേഹമായിട്ട് താരതമ്യം ഞാനൊന്നുമല്ല. പക്ഷേ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സാംസ്കാരിക സ്ഥാപനങ്ങളാണ്, ഒന്ന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും മറ്റൊന്ന് സംസ്ഥാന സാഹിത്യ അക്കാദമിയും. ഈ രണ്ടിൻ്റെയും ചെയർമാൻ സ്ഥാനത്ത് എന്നുള്ള ആ ഒരു താരതമ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരാളോട് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയതിൻ്റെ പേരിൽ ഇങ്ങനെ ഇത് കാണിക്കുകയും മറ്റൊരാൾ, അപ്പോൾ എനിക്ക് തോന്നി ആ മാഷിന് എന്തോ ഒരു വലിയ അത്ഭുതസിദ്ധി, ഒരുപക്ഷെ എനിക്കില്ലാത്ത എന്തോ വലിയ അത്ഭുതസിദ്ധി, അമാനുഷികമായ സിദ്ധി അദ്ദേഹത്തിനുണ്ടാവും. അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയാണ്. അപ്പോൾ അദ്ദേഹം തുടരുന്നതിനെ കുറിച്ചൊന്നും എനിക്കൊരു അഭിപ്രായമില്ല. അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനകളെക്കുറിച്ചുള്ള അഭിപ്രായമല്ല ഇത്. അപ്പോൾ അവിടെ ഒരു നീതി നിഷേധം അല്ലെങ്കിൽ ഒരു എന്താണ്, അതൊരു സാമാന്യ നീതിയുടെ ഒരു വിഷയമാണ്. ഒരു ഇരട്ട നീതി പോലെ എന്നോട് കാണിച്ച ഒരു നീതിയല്ല അദ്ദേഹത്തോട് കാണിക്കുന്നതല്ല എന്നോട്. അപ്പോൾ ആ ഇതാണ് ഇരട്ട നീതി എന്ന പ്രയോഗം അത് പറഞ്ഞത്. അതെനിക്കറിയില്ല. അതിനകത്ത് ആ ഒരു സെൻറ്റൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് എന്തെങ്കിലും വിധേയത്വമാണോ, എന്തെങ്കിലും വിനീതത്വമാണോ, എന്തെങ്കിലും വരേണ്യതയോടുള്ള ഒരു വിനീതത്വമോ വിധേയത്വമാണോ എന്നൊക്കെ ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല. മറ്റൊരു കാര്യം, കഠിനാധ്വാനത്തിനും ആത്മാർത്ഥതയോടെയുള്ള പ്രവർത്തനത്തിനും ലഭിച്ച ഒരു മറുപടിയാണോ ഇതെന്ന് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ഈ പറയുന്നത് പോലെ തന്നെ IFT സമയത്തൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം അല്ല, ഞാൻ അവിടെ ഒരു 2.5 വർഷം ആദ്യം വൈസ് ചെയർമാനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി പറയാം. ഞാൻ മുമ്പ് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു KSUവിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിച്ചതാണ് വിദ്യാർത്ഥി കാലത്ത്. ഞാനാണ് പിന്നീട് PA ബക്കർ സാറ്, സഖാവ് കൃഷ്ണപിള്ള എന്ന് പറയുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ്, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ആക്കിയപ്പോൾ സഖാവ് കൃഷ്ണപിള്ളയായിട്ട് അഭിനയിപ്പിച്ചത് തന്നെയാണ്. അങ്ങനെ സഖാവ് P. കൃഷ്ണപിള്ള എന്ന് പറയുന്ന ആ മഹാവ്യക്തിത്വം, വിപ്ലവത്തിൻ്റെ സൂര്യ തേജസ്, പോരാട്ടവീര്യം, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ വിശുദ്ധി, ലാളിത്യം, ആത്മാർത്ഥത, സത്യസന്ധത, മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന നിലപാടുകൾ, ഇതെല്ലാം കണ്ടിട്ടാണ് എനിക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും കമ്മ്യൂണിസത്തോടുമൊക്കെ ഉള്ളൊരു ആഭിമുഖ്യം ഉണ്ടാവുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ആ ഒരു ചിന്തകളിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവുകയും പിന്നെ കമ്മ്യൂണിസം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നു. അത് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു വിമോചനത്തിൻ്റെ ഒരു തത്വശാസ്ത്രമാണ്. എല്ലാ മനുഷ്യർക്കും ഒരേ സമത്വത്തിൻ്റെ ഒരു നല്ല ഭാവി, സമഭാവനയുടെ, എല്ലാ മനുഷ്യർക്കും ശോഭനമായ ഒരു ഭാവി പ്രദാനം ചെയ്യുന്ന അങ്ങനെ ഒരു വലിയ ഒരു തത്വശാസ്ത്രം, ഒരു വലിയ ഒരു ചിന്ത. അപ്പോൾ അതിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് കഴിഞ്ഞ ഏതാണ്ട് ഒരു 35ഓളം വർഷമായി അതിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന, ഒരിക്കലും പാർട്ടി അംഗത്വം എനിക്കില്ല, പക്ഷേ പാർട്ടിയുടെ കൂടെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ഒരു സഹയാത്രികനായി തുടരുന്ന ആളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചില ലേഖനങ്ങൾ
എൻ്റെ ചില നിലപാടുകൾ, പ്രത്യേകിച്ചും കർഷക സമരത്തെക്കുറിച്ച്, ഇന്ധന വില വർധനവിനെക്കുറിച്ചൊക്കെയുള്ള ചില ലേഖനങ്ങളൊക്കെ ചില പത്രമാധ്യമങ്ങളിലൊക്കെ എഡിറ്റോറിയൽ പേജിലൊക്കെ വരുന്നു. എൻ്റെ ചില പ്രതികരണങ്ങൾ കാണുന്നു. ഇതൊക്കെ കണ്ടിട്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ഇങ്ങനെ ഒരു വൈസ് ചെയർമാൻ സ്ഥാനം ചുമതലയേൽക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ഞാൻ ആ ഒരു ചുമതലയിലേക്ക് വരുന്നത്. അപ്പോഴും ഞാനൊരു സംഗീത നാടക അക്കാദമിയുടെയൊക്കെ ചുമതലയാണെങ്കിൽ നന്നായി എന്ന്. കാരണം ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നൊക്കെ ബിരുദം നേടിയ ആളാണ്. അതാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ താല്പര്യം കാണിച്ചു. പക്ഷേ പിന്നീട് വളരെ നിർബന്ധപൂർവ്വം ഈ ഒരു ആവശ്യം വരുന്നു. ഞാനത് അങ്ങനെയാണ് ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ചെയർമാൻ്റെ ചുമതലയിലേക്ക് വീണ്ടും മാറ്റുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ 2.5 വർഷക്കാലം ഈ വൈസ് ചെയർമാനായിട്ട് ചുമതല ഏൽക്കുമ്പോൾ, അത് ഞാൻ എവിടെയും പറയാത്ത കാര്യമാണ്, മാസം 10,000 രൂപയാണ് ആകെ ഓണറേറിയം എന്ന് പറയുന്നത്. അതൊരു വലിയ തുകയുടെ വലിപ്പത്തെക്കുറിച്ചല്ല. ഇത് പറ്റിക്കൊണ്ടാണ് ഒരു സിനിമ പോലും ചെയ്യാതെ പൂർണ്ണ സമയം, താങ്കൾ ആത്മാർത്ഥമായും കഠിനാധ്വാനത്തിൻ്റെ കാര്യം ചോദിച്ചല്ലോ, അപ്പോൾ പൂർണ്ണ സമയം ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുകയും എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തത്. അപ്പോൾ അതൊന്നും അപ്പോഴും നമ്മൾ ഒരു സിനിമാ താരം എന്നൊക്കെയുള്ള ഒരു പരിഗണന വെച്ചിട്ട് ചില പരിപാടികൾക്ക് വിളിക്കുമ്പോൾ കിട്ടുന്ന ചില അവരുടെ പ്രതിഫലമൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ഒരു ജീവിതം തന്നെ മുന്നോട്ട് പോയത്. അപ്പോൾ അത്രയും നമ്മളൊരു അർപ്പണബോധത്തോടു കൂടി ചെയ്ത ഒരു ഇടം, ഒരു പ്രവൃത്തി